വാടാനപ്പള്ളി പഞ്ചായത്തുകാർ ജനങ്ങളെ വിഡ്ഢികളാക്കാൻ വേണ്ടിയിട്ട് വാട്ടർ അതോറിറ്റി മുമ്പിൽ ഒരു സമരാഭാസം നടത്തി. ഇത്തരത്തിലുള്ള സമരാഭാസങ്ങളാണ് ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വലിയ ശക്തി എന്ന് പറയുന്ന CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതുപോലുള്ള വിഷയങ്ങൾ മനസ്സിലാക്കിയിട്ട് തന്നെയാണോ CPM പാർട്ടി വിട്ടത്? തീർച്ചയായും പല പദ്ധതികളും പല കാര്യങ്ങളും എനിക്ക് ചോദിക്കാൻ ഒരു സാമാന്യ അത്യാവശ്യ ബോധമൊക്കെ എനിക്കുണ്ട്. ആ ബോധ്യത്തിന് എതിരായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടായതിന്റെ പേരിൽ തന്നെയാണ് BJP ആയിട്ട് സഹകരിക്കാനായിട്ട് ഞാൻ തയ്യാറായത്. നമസ്കാരം. തൃശ്ശൂർ ജില്ലയിലെ തീരദേശ പഞ്ചായത്തായിട്ടുള്ള വലപ്പാട് പഞ്ചായത്തിലെ വർഷങ്ങളോളം CPM പ്രവർത്തിച്ച EK രാമചന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ കഴിഞ്ഞ ദിവസം BJP അംഗത്വമെടുത്ത് മുന്നോട്ട് വന്നിരിക്കുകയാണ്. CPM പല ചുമതലകളിലും അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. ശോഭാ സുരേന്ദ്രന്റെ കയ്യിൽ നിന്ന് അംഗത്വം സ്വീകരിച്ചാണ് പാർട്ടിയിലേക്ക് അദ്ദേഹം എത്തിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് BJP അദ്ദേഹം അംഗത്വമെടുത്ത് ഈ ഒരു സമയത്ത് മുന്നോട്ട് വന്നതിന്റെ കാരണം അദ്ദേഹത്തോട് തന്നെ ചോദിച്ചു മനസ്സിലാക്കാം. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, ഇപ്പോൾ BJP അംഗത്വം സ്വീകരിച്ച് വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം തൃശ്ശൂർ BJP ഓഫീസിൽ വെച്ചുകൊണ്ടാണ് ഈ ഒരു പാർട്ടിയിലേക്ക് അംഗത്വം സ്വീകരിച്ച് വന്നിരിക്കുന്നത്. എന്താണ് കാരണം? എന്താണ്? എന്നെ സംബന്ധിച്ച് കേരളത്തിലെ ഭരണത്തോടുള്ള അസംതൃപ്തി ഉണ്ട്. കൂടാതെ ഇന്ത്യ രാജ്യം ഇന്ന് അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നരേന്ദ്രമോദിയുടെ വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ട് BJPയോടൊപ്പം പ്രവർത്തിക്കാനായിട്ട് ഞാൻ തയ്യാറായി വന്നിരിക്കുകയാണ്. ഇപ്പോൾ CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചിരുന്ന സമയത്ത് ആ സംഘടനയുടെ ഒരു പ്രവർത്തന സംവിധാനങ്ങളോട് യോജിച്ച് മുന്നോട്ട് പോകാൻ പറ്റാത്തതാണ് ഈ ഒരു സമയത്ത് BJPയിലേക്ക് വരാനുള്ള കാരണം? തീർച്ചയായും ഇന്നത്തെ ഞങ്ങളൊക്കെ പ്രവർത്തിച്ചിരുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് പ്രവർത്തിക്കാൻ കഴിയുമായിരുന്നു. പിന്നീട് പല സമയത്തും പാർട്ടിയുടെ കാഴ്ചപ്പാടിന് വിരുദ്ധമായിട്ടുള്ള പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. എൻ്റെ പഞ്ചായത്ത് പ്രവർത്തനത്തിൽ തന്നെ എനിക്ക് തീരെ ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള 1-2 സംഭവങ്ങളുണ്ടായി. അതിലൊന്ന്, പഞ്ചായത്ത് സെക്രട്ടറി അവിടുത്തെ ലൈബ്രറിയനെ, ഒരു വനിതാ ലൈബ്രറിയായിരുന്നു, പഞ്ചായത്തിന് ഗ്രാൻഡിൽ പുസ്തകം മേടിക്കാൻ വേണ്ടി പോയപ്പോൾ അതിനെ ഹറാസ് ചെയ്യുന്നൊരു സംഭവം ഉണ്ടായി. അവരതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് ഭരണസമിതിക്കും ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പഞ്ചായത്തിനും അവർ പരാതി കൊടുക്കുകയുണ്ടായി. ഈ വിഷയത്തിൽ അന്ന് പാർട്ടി ഫ്രാക്ഷൻ കൂടി നമ്മളാണിപ്പോൾ ഭരിക്കുന്നതെന്നും ഒരു സ്ത്രീ വിഷയമായതിനാൽ അതിൽ കൂടുതൽ ഇടപെടൽ നടത്തേണ്ടെന്നാണ് പാർട്ടി തീരുമാനിച്ചത്. അതിൻ്റെ പേരിൽ ഒരു സ്ത്രീവിരുദ്ധ നടപടി ഉണ്ടായിട്ട് എനിക്ക് നിശബ്ദനായിട്ട് ഇരിക്കേണ്ടി വന്നു. പിന്നീട് ഞാൻ ആ സെക്രട്ടറിയെ വിജിലൻസിൽ പരാതി കൊടുത്ത് പഞ്ചായത്തിൽ നിന്ന് അയാളെ കയ്യോടെ പൊക്കി സസ്പെൻഡ് ചെയ്ത് അതിനുശേഷം അയാൾ കരുവാരക്കുണ്ട് പഞ്ചായത്തിലും പോയി അഴിമതി നടത്തി അവിടെയും പിടിക്കപ്പെട്ടു. CPM നടപടി ഉണ്ടായിട്ടില്ല അദ്ദേഹത്തിനെതിരെ? ഇല്ല. അപ്പോൾ ഞങ്ങൾ ഭരണമാറ്റം വന്ന സമയം അതിന് മുമ്പ് പഞ്ചായത്ത് ഭരിച്ചിരുന്ന കോൺഗ്രസ് ആയിരുന്നു. ഞാനാണ് മുൻകൈ എടുത്തും കഴിഞ്ഞിട്ട് ഷെരീഫ ബാവ എന്ന് പറയുന്ന ഒരു കോൺഗ്രസ് വനിതാ മെമ്പറെ KVP താമ്പരൻ, സഖാവ് KVP താമ്പരനുമായി ബന്ധപ്പെട്ടാണ് നടപടിക്രമങ്ങളൊക്കെ പൂർത്തീകരിച്ചത്. അവിശ്വാസ പ്രമേയം പാസ്സായി. ഷെരീഫ ബാവ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റായി. ആ സമയത്താണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഇപ്പോൾ ചേട്ടൻ CPM ഏതെല്ലാം ചുമതല വഹിച്ചിട്ടുണ്ട്? ഞാൻ 1981, 82 കാലഘട്ടത്തിൽ ഞാൻ DYFയുടെ പഞ്ചായത്ത് കമ്മിറ്റി, അന്ന് 2 കമ്മിറ്റി ഉണ്ട്, സൗത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നു. അതിനുശേഷം 85 ജനുവരി ഞാൻ ഗൾഫിലേക്ക് പോയി. 97 തിരിച്ചു വന്ന് വീണ്ടും പാർട്ടി മെമ്പറായി. കൈപ്പങ്കലം ചാപ്പള്ളിപ്പുറം സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഡയറക്ടർ ബോർഡ് മെമ്പറായി. 2000 പഞ്ചായത്ത് മെമ്പറായി. പാർലമെൻ്ററി പാർട്ടി ലീഡറായിരുന്നു. നമ്മൾ പറഞ്ഞ പ്രതിപക്ഷ നേതാവ്. 3 വർഷത്തിന് ശേഷം എന്നെ ചുമതലയിൽ നിന്ന് ഞാൻ എന്നെ മാറ്റിയതിന് ശേഷമാണ് ഭരണമാറ്റം. എൻ്റെ നേതൃത്വത്തിൽ ഞാൻ മുൻകൈ എടുത്തും കഴിഞ്ഞിട്ടാണ് ആ ഭരണമാറ്റം ഉണ്ടായത്. അന്ന് സഖാവ് EP ജയരാജനാണ് തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് നിങ്ങളുടെ പഞ്ചായത്തിലുള്ളൊരു സാധ്യതകൾ എങ്ങനെയാണ്? എന്തെങ്കിലും സാധ്യതയുണ്ടോ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ? ഇപ്പോഴത്തെ സാധ്യത വളരെയധികം സാധ്യത ഉള്ള ഒരു പഞ്ചായത്തായിട്ട് വലപ്പാട് മാറിയിട്ടുണ്ട്. CPMൽ തന്നെ അനവധി ആളുകൾക്ക് ഈ പാർട്ടിയായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ലാത്ത ഒരു അവസ്ഥയാണ് സംജാതമായിട്ടുള്ളത്. ഇപ്പോൾ ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി ഏകദേശം ഒരു 2000-ഓളം വോട്ടുകൾക്ക് ലീഡ് ചെയ്തൊരു പഞ്ചായത്ത് കൂടിയാണ് വലപ്പാട്. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ അതേ ഒരു വോട്ടിംഗ് പാറ്റേൺ BJPക്ക് നിലനിർത്താൻ ഇവിടെ സാധിക്കുമോ? ആ ഒരു കാഴ്ചപ്പാട് നിങ്ങൾക്കുണ്ടോ? തീർച്ചയായിട്ടും അത് സാധിക്കും. എന്താണെന്ന് വെച്ചാൽ BJPയുടെ ചിഹ്നത്തിൽ, താമര ചിഹ്നത്തിലാണ് ശ്രീമാൻ സുരേഷ് ഗോപി ഇവിടെ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി തൃശ്ശൂർ നിയോജകമണ്ഡലം
പാർലമെന്റ് മണ്ഡലം കരസ്ഥമാക്കിയത്. 75,000 ചില വോട്ടിന് അദ്ദേഹം ജയിക്കേണ്ടായി. അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രവർത്തനവും ഇന്ത്യ രാജ്യത്ത് നരേന്ദ്രമോദി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതികളും വിവിധങ്ങളായ പദ്ധതികളുണ്ട്. ഈ കേരളത്തിൽ നടക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ കേന്ദ്ര പദ്ധതികളെല്ലാം ചെറിയ ചെറിയ പേരുകൾ മാറ്റി അല്ലെങ്കിൽ നക്കാപ്പിച്ച അതിലേക്ക് ചെറിയൊരു ഫണ്ടും കൂടി ഇട്ടുകൊണ്ട് എല്ലാ പദ്ധതികളും കേരള സർക്കാരാണ് നടത്തുന്നതെന്നുള്ളൊരു കാഴ്ചപ്പാട് ഉണ്ടാക്കാനായിട്ട് ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാരിന് കഴിയുന്നുണ്ട്. പല കാര്യങ്ങളും ഇപ്പം ആദ്യം വന്ന RSBI രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമ യോജന പദ്ധതിയിൽ കേന്ദ്ര പദ്ധതിയാണ്. അതിൽ കോംപ്രഹെൻസീവ് ഹെൽത്ത് ഇൻഷുറൻസ് ഓഫ് കേരള എന്ന് പറഞ്ഞിട്ട് ഒരു പദ്ധതിയാക്കി മാറ്റി സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതി പോലെയാണ് അത് നടപ്പിലാക്കിയത്. കൂടുതൽ ഫണ്ട് കൊടുക്കുന്നതും കേന്ദ്രവും അതിൻ്റെ പദ്ധതിയിലെ ഗുണങ്ങളെല്ലാം നേടുന്ന സംസ്ഥാന സർക്കാർ എന്നുള്ള കാഴ്ചപ്പാടാണ് കേന്ദ്ര ഫണ്ടിനെ സംബന്ധിച്ച്. അതുപോലെ തന്നെ കേന്ദ്ര ഫണ്ട് ചിലത് ഉപയോഗിക്കാനായിട്ട് ഈ സർക്കാർ വിമുഖത കാണിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ആ ഫണ്ടിൻ്റെ പേരിൽ 4 ആളുകൾ BJPക്ക് വോട്ട് ചെയ്യുമെന്നുള്ള ഭയം ഈ സംസ്ഥാന സർക്കാരിനുണ്ട്. അതിൻ്റെ പേര് കേന്ദ്ര ഫണ്ട് വിനിയോഗിക്കുന്ന കാര്യത്തിൽ സംസ്ഥാന സർക്കാർ അമ്പേ പരാജയമാണ്. ഇപ്പോൾ ഈ കുടിവെള്ള പദ്ധതി 1982 ഈ നാട്യ നിയോജകമണ്ഡലം 10 ഈ നാട്യ ഫർക്ക ഏരിയ ഉൾപ്പെടുത്തിക്കൊണ്ട് 10 ഗ്രാമപഞ്ചായത്തുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഡച്ച് സർക്കാരാണ് ഇവിടെ ഒരു കുടിവെള്ള പദ്ധതി കൊണ്ടുവരുന്നത്. അവരുടെ ഗ്രാൻഡോട് കൂടിയാണ്. ആ പദ്ധതി 2025 നാട്യ നിയോജക മണ്ഡലങ്ങളിൽ പല വീടുകൾക്കും വെള്ളം കിട്ടാത്ത അവസ്ഥയാണ്. ഒരു സാധാരണ മനുഷ്യന് വേണ്ട അത്യാവശ്യ ഘടകമാണ് ജലം. ഇന്നിപ്പോൾ നമ്മുടെ പ്രദേശത്ത് തീരദേശ പഞ്ചായത്തുകളെ സംബന്ധിച്ച് വെള്ളത്തിൻ്റെ സ്കേഴ്സിറ്റി ഇല്ല. പക്ഷേ ശുദ്ധജലം അല്ലാതെ വീടുകൾ അടുത്തടുത്തുണ്ടായി സെപ്റ്റി ടാങ്ക് എല്ലായിട്ട് കണ്ടാമിനേഷൻ എല്ലാ ഈ കോളിഫോം ബാക്ടീരിയയും സംഭവങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഈ തീരപ്രദേശത്തെ വെള്ളം. അത്രയും ഡെൻസിറ്റി ഉണ്ട് തീരപ്രദേശത്ത്. ഇത്തരം കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ കിഫ്ബി ഫണ്ടിൽ 100 ചില കോടി ഉണ്ടായിരുന്നു. എന്നിട്ട് ഒരു പ്രവർത്തനം അതിൻ്റെ പേരിൽ നടക്കുന്നുണ്ടായില്ല. ഫണ്ട് ലാപ്സായിന്ന് പത്രങ്ങളിൽ വന്നപ്പോൾ വാടാനപ്പള്ളി പഞ്ചായത്തുകാർ ജനങ്ങളെ വിഡ്ഢികളാക്കാൻ വേണ്ടിയിട്ട് വാട്ടർ അതോറിറ്റി മുമ്പിൽ ഒരു സമരാഭാസം നടത്തി. ഇത്തരത്തിലുള്ള സമരാഭാസങ്ങളാണ് ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വലിയ ശക്തി എന്ന് പറയുന്ന CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതുപോലുള്ള വിഷയങ്ങൾ മനസ്സിലാക്കിയിട്ട് തന്നെയാണോ CPM പാർട്ടി വിട്ടത്? തീർച്ചയായും പല പദ്ധതികളും പല കാര്യങ്ങളും എനിക്ക് ചോദിക്കാൻ ഒരു സാമാന്യ അത്യാവശ്യ ബോധമൊക്കെ എനിക്കുണ്ട്. ആ ബോധ്യത്തിന് എതിരായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടായതിൻ്റെ പേരിൽ തന്നെയാണ് BJP ആയിട്ട് സഹകരിക്കാനായിട്ട് ഞാൻ തയ്യാറായത്. ഇപ്പോൾ അവസാനം ചേട്ടൻ CPMന്റെ ഏത് ചുമതലയിലാണ് ഇരുന്നത്? അവസാനം ഞാൻ 2005 ശേഷം പാർട്ടിയുടെ ഒരു ചുമതലയിലുണ്ടായിരുന്നില്ല. സജീവ പ്രവർത്തനത്തിലുണ്ടായിരുന്നു? ഇല്ല, വല്ലപ്പോഴും തെരഞ്ഞെടുപ്പും കാര്യങ്ങളും വരുമ്പോൾ അല്ലെങ്കിൽ ചില പരിപാടികൾ ഉണ്ടാകുമ്പോൾ എന്നെ വിളിക്കും, ഞാൻ പോകും. അല്ലാതെ സജീവ രാഷ്ട്രീയത്തിൽ ഉണ്ടായില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് 2020 തെരഞ്ഞെടുപ്പിന് ഞാനായിരുന്നു വാർഡിൻ്റെ ചെയർമാൻ. ഞാനായിരുന്നു 2020 തെരഞ്ഞെടുപ്പിൽ. ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ഈ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഈ വലപ്പാട് പഞ്ചായത്തിൽ അവരുടെ പ്രവർത്തനങ്ങൾ ഇടതുപക്ഷത്തിനും BJPക്ക് ഏതെങ്കിലും തരത്തിലൊരു ഭീഷണിയാകുന്ന സാഹചര്യമുണ്ടോ നിലവിലെ അവസ്ഥയിൽ? കോൺഗ്രസിനെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ അവർക്ക് ഈ നേതൃസ്ഥാനത്തുള്ള വ്യക്തിപ്രഭാവത്തിന് വേണ്ടിയും അധികാരത്തിന് വേണ്ടിയിട്ടുള്ള മത്സരമാണ് അവിടെ നടക്കുന്നത്. ഏറ്റവും കൂടുതൽ സാധ്യത ഉണ്ടായിരുന്ന പ്രസ്ഥാനം കേരളത്തിലും അവർ പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഇപ്പോൾ 40ഓളം വർഷങ്ങളായി CPMൽ പ്രവർത്തിച്ച് നിരവധി ബന്ധങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് ചേട്ടൻ മാത്രമാണോ BJPയിലേക്ക് എത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഇനി ചേട്ടൻ്റെ കൂടെ മറ്റാരെങ്കിലും ഈ പാർട്ടിയിലേക്ക് വരാനുള്ള സാധ്യതയുണ്ടോ? ഇപ്പം എൻ്റെ കൂടെ ഞാൻ മാത്രമേ ഉള്ളൂ. എൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് പല ആളുകളെയും BJPയിലേക്ക് കൊണ്ടുവരാനായിട്ട് കഴിയുന്നുള്ള ഒരു ആത്മവിശ്വാസം എനിക്കുണ്ട്. BJP എന്ന് പറയുന്ന പ്രസ്ഥാനത്തിലേക്ക് ദൈനംദിനം നിരവധി ആളുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. പാർലമെന്റ് ഇലക്ഷന് മുന്നോടിയായിട്ട് തന്നെ ആയിരക്കണക്കിന് ആളുകൾ BJPയിൽ അംഗത്വം സ്വീകരിച്ച് മുന്നോട്ട് വന്നിരുന്നു. അതിൻ്റെ ഒരു വോട്ടിംഗ് ശതമാനത്തിലേക്ക് കേരളത്തിൽ വലിയ മാറ്റങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യം വരാനിരിക്കുന്ന ത്രിതല പഞ്ചായത്ത് ഇലക്ഷനിലും BJPക്ക് ഉണ്ടാകാനുള്ള സാധ്യതയാണ് കാണാൻ സാധിക്കുന്നത്. തൃശ്ശൂർ വലപ്പാട് പഞ്ചായത്തിൽ നിന്നും വിപിൻ ലാൽ, ഫാസ്റ്റ് റിപ്പോർട്ട്സ്.